ഹായ് കൊച്ചു, നമുക്ക് ഈ ഈന്തപ്പഴം വേണം. ഏതാണ് ക്വാളിറ്റി? ഇതാണ് നമുക്ക് അതെ, മെജ്ജോളൂ. അല്ല, ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണെന്ന് പറയാം. നിങ്ങൾക്ക് മസാല ഇല്ലേ? നമുക്ക് പൊടിയില്ലേ? മസാല പൊടി വരുന്നില്ലേ? അവൈലബിൾ ആയിട്ടില്ല, ഉടനെ ഉണ്ടാവും. അത് മാറ്റിനാണ്. ഇത് പൊടിയില്ലേ മേഡം? നമുക്ക് പൊടി ഇപ്പം ഇല്ല, നമ്മൾ വരുന്നുണ്ട്. ഉടനെ പൊടി വരുന്നുണ്ട്. നമ്മൾ വടക്കനാടിന്റെ ബ്രാൻഡിൽ പൊടി ഇറക്കുന്നുണ്ട്. നമുക്ക് നിങ്ങൾ ഹോൾസെയിൽ ചെയ്യുന്നുണ്ടോ? ഹോൾസെയിൽ നമുക്ക് സ്പൈസസിന് മാത്രമേ ഉള്ളൂ. നമുക്ക് എത്ര ഐറ്റം ഉണ്ട് ഇവിടെ? നമുക്കൊരു 300-350 ഐറ്റത്തോളം ഉണ്ട്. അതിൽ സ്പൈസസ് മാത്രമേ നിങ്ങൾ ഹോൾസെയിൽ ചെയ്യുന്നുള്ളൂ അല്ലേ? അതെ, സ്പൈസസ് മാത്രം ഹോൾസെയിൽ ചെയ്യുന്നത്? സ്പൈസസ് നമ്മൾ ഇടുക്കി, വയനാട് എന്നുള്ള സ്ഥലത്തുനിന്ന് കർഷകരെടുത്തുനിന്ന് നേരത്തെ എടുക്കുന്ന ഐറ്റംസ്. ഓ ഓ ഓ അത് നിങ്ങൾ നേരിട്ട് പോയി എടുക്കുന്ന വിശ്വാസത്തിന്റെ പേരിലായിരിക്കും അതല്ലേ? നിങ്ങൾക്ക് ഉറപ്പായിട്ട് കൊടുക്കാൻ പറ്റിയ സാധനങ്ങൾ മാത്രം, ബാക്കിയെല്ലാം നിങ്ങൾ പുറത്തുനിന്ന് എടുക്കുവാണല്ലേ? നമ്മള് ഇത് ഇതിന്റെ പൗഡർ ഇത് മാത്രം, പൊടി മാത്രമേ ചെയ്യുന്നുള്ളൂ? ഇതിന്റെ വരുന്നത് ഏതാണ്? അല്ല, നമ്മൾ മസാലയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ കുരുമുളക് ഓയില്, കുരുമുളക് പൗഡർ, പിന്നെ ഏലം എല്ലാം ഇങ്ങനെ ബ്രാൻഡ് ചെയ്ത് ഇറക്കുന്നുണ്ട്. എല്ലാം തന്നെ വരുന്നുണ്ട് അല്ലേ? സമയമെടുക്കും, പയ്യെ പയ്യെ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലേ? അങ്ങനെയാണ് വരുന്നത്. നമുക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് ആയിട്ട് ഇറക്കുമ്പോൾ എന്താണ് പ്രത്യേകമായിട്ടൊരു ഗുണം കസ്റ്റമർ നമ്മളെ പോലുള്ളവർക്ക് തരുന്നത്? എന്തായിരിക്കും സമൂഹത്തിന് നമുക്ക് കസ്റ്റമർക്ക് തരുന്ന ഒരു ഇതെന്തായിരിക്കും? കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വിഷമില്ലാത്ത ആഹാരം കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു മൈൻഡിലുള്ളത്. നമ്മൾ ബിസിനസ് ചെയ്യുന്നത് കർഷകർക്കും കസ്റ്റമർക്കും എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുക എന്നുള്ളൊരു സംരംഭമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ വിഷരഹിതമായിട്ടുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളത്, സമൂഹത്തിനെല്ലാം വിഷമില്ലാതെ കൊടുക്കുക എന്നുള്ള ഉദ്ദേശം അല്ലേ? എന്നാലും നല്ലതാവട്ടെ. എന്നാലും പൊടി ഇപ്പൊ വരുന്നില്ല. അപ്പൊ ഇതൊരെണ്ണം എടുത്തോളാം വെച്ചേ.